കർത്താവിന്റെ ധന്യനാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശു ക്രിസ്തുവിന്റെ അനുഗ്രഹനാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. യഹോവയായ ദൈവം സൂര്യനും പരിചയമാണ്. നേരോടെ നടക്കുന്നവർക്ക് അവിടുന്ന് ഒരു നന്മയ്ക്കും മുടക്കം വരുത്തുകയില്ല. എപ്പോഴും പ്രാർത്ഥിക്കാൻ ഇടപെടാതെ സ്തോത്രം ചെയ്യാൻ നമുക്കിടയാകും. എല്ലാറ്റിനും സ്തോത്രം ചെയ്യാൻ ഇടയാകുമ്പോൾ സകലബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് അവിടെ നമ്മെ നിറയ്ക്കും എന്നുള്ളതിന് സംശയമില്ല. ഞാൻ യഹോവയെങ്കിലേക്ക് നോക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. യഹോവയായ കർത്താവ് എന്റെ പ്രാർത്ഥന കേൾക്കും. ഞാൻ വീണുവെങ്കിലും വീണ്ടും എഴുന്നേൽക്കുമെന്ന് പറയത്തക്ക രീതിയിൽ ഒരു ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ നോക്കേണ്ടവനെ മാത്രം നോക്കണം, അറിയേണ്ടവനെ അറിയാൻ തയ്യാറാകൂ. യഹോവയെ ഞാൻ നിങ്ങളിലേക്ക് മനസ്സുയർത്തുന്നു. ദാവീദിന്റെ പ്രാർത്ഥന ഇതാണ്: ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഞാൻ ഒരു നാളിൽ ലജ്ജിച്ചു പോകരുതേ എന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ റിസൾട്ട്. നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തന് ലജ്ജിച്ചു പോകയില്ലെന്ന് അതേ സങ്കീർത്തനത്തിൽ പറയുക. പിന്നീട് താൻ പറയുക, കർത്താവേ അങ്ങയുടെ വഴി എന്നെ ഒന്ന് കാണിക്കണം. ഒന്ന്, ഞാൻ ലജ്ജിച്ചു പോകരുതേ എന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന. അവിടെ അതേ സങ്കീർത്തനത്തിൽ പറയുന്നു, കാത്തിരിക്കുന്ന ഒരുത്തൻ ലജ്ജിച്ചു പോകത്തില്ല, പ്രിയരെ ലജ്ജിച്ചു പോകത്തില്ല. അത് ആധികാരികമായി ഇന്ന് പകലും വിളിച്ചു പറയാൻ കഴിയും. വഴി കാണിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ അവിടെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് ആ വഴിയുടെ പ്രത്യേകത എന്താണ്. സ്തോത്രം. ഭക്തനായ പുരുഷനാർ അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി താൻ അവന് കാണിച്ചു. അപ്പോൾ ദൈവം വഴി കാണിച്ചാൽ, ദൈവം വഴി തുറന്നാൽ, ദൈവം പ്രവർത്തിച്ചാൽ ആർക്കും അതിനെ തടയാൻ പറ്റത്തില്ല. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞ ആ ദൈവ സാന്നിധ്യം ഇന്നു പകലും നമ്മുടെ മധ്യേ ഉണ്ടാവാൻ ഇടയാവണം. അവിടുത്തെ സാന്നിധ്യത്തിന്റെ കീഴിൽ ഇന്ന് പകൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി വഴികൾ തുറക്കുന്ന, വഴിയൊരുക്കുന്ന, ഗമനത്തെ സ്ഥിരമാക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. എന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്ന് അരുളി ചെയ്ത ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയുടെ വ്യാപാരം ഇന്നും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവിടുന്ന് തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളതായിരിക്കുക. ആ ഭാഗ്യ പദവിക്കായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സംഖ്യാപുസ്തകം 23:21 യാക്കോബിൽ തിന്മ കാണാനില്ല, ഇസ്രയേൽ കഷ്ടത ദർശിപ്പാനുമില്ല. അവന്റെ ദൈവമായ യഹോവ അവനോട് കൂടെ ഇരിക്കുന്നു. രാജ കോലാഹലം അവരുടെ മധ്യമുണ്ട്. മിസ്രയിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ മക്കൾ അനേക പ്രതിസന്ധികളെ താണ്ടിയാണ് അവർ മുൻപോട്ട് പോയത്. പക്ഷെ അവിടെയൊക്കെയും അവരെ വഴി കാണിക്കേണ്ടതിന് വിളിച്ചിറക്കിയ ദൈവം അവർക്ക് മുൻപായി പുറപ്പെട്ടു. സഹോദരങ്ങളെ, മരുഭൂപ്രയാണത്തിൽ വരുന്ന പ്രതിസന്ധികൾ കണ്ടിട്ട് ഇട്ടേച്ചു പോകുന്ന ഒരു ദൈവമല്ല, വഴി കാണിക്കേണ്ടതിന് നമുക്ക് മുൻപായി പുറപ്പെടുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് വ്യക്തമായി തന്റെ ജനം മനസ്സിലാക്കണം. അങ്ങനെ മരുഭൂപ്രയാണത്തിൽ ജനമായിരുന്ന സമയത്ത് ജനം മോവാബിലേക്ക് വരികയാണ്. മോവാബ് വഴി വരുമ്പോ ബിലെയാം ആ രാജാവ് ബാലാക്കിനോട് പറയുകയാണ്, ബിലെയാം ബാലാക്കിനോട് പറഞ്ഞ പ്രസ്താവന വളരെ ശ്രദ്ധേയമാണ്.
ഞാൻ ഈ ജനത്തെ ശപിക്കണമെങ്കിൽ രാജാവായ ബാലാക്കിനോട് പറയുക, എനിക്ക് യാഗപീഠം ഉണ്ടാക്കണം. യാഗപീഠം ഉണ്ടാക്കിയ യാഗപീഠത്തിങ്കൽ നിന്ന് പ്രാർത്ഥന ഉയരണം. നമുക്കറിയാമല്ലോ കാര്യങ്ങളൊക്കെ. അപ്പോൾ യഹോവ എനിക്ക് പ്രത്യക്ഷനാകും, അവൻ എന്നെ ദർശിപ്പിക്കുന്നത് ഞാൻ നിന്നോട് അറിയിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം ബിലെയാമിന് പ്രത്യക്ഷനായി തന്റെ മക്കളെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് പ്രസാദമായി തീർന്നു. ശപിക്കാൻ കൊണ്ടുവന്ന അതേ വ്യക്തിയെ കൊണ്ട് തന്നെ, ബിലെയാമിനെ കൊണ്ട് തന്നെ ദൈവം തിരുത്തിപ്പിച്ചു. സഹോദരങ്ങളെ, ഇന്നു പകൽ ചിലത് തിരുത്തി പറയിപ്പിക്കുന്ന ദൈവത്തിന്റെ കരമിറങ്ങാൻ പോകുകയാണ്. യഹോവ പ്രാകാത്തവനെ ആർ പ്രാകും, യഹോവ ശപിക്കാത്തവനെ ആർ ശപിക്കും. എന്നിട്ട് ബിലെയാം ദർശിച്ച ദർശനങ്ങളാണ്. തനത് വിളിച്ചു ചൊല്ലി പറയുകയാണ്, യാക്കോബിൽ തിന്മ കാണാൻ. തിന്മയുടെ സകല ശക്തികളെയും ദൈവം എടുത്തു മാറ്റി. പ്രിയ സഹോദരങ്ങളെ, വെല്ലുവിളികളും പ്രതിസന്ധികളും കടത്തിവിടത്തില്ലെന്ന് പറഞ്ഞതും, ആകാശം മുട്ട ഉയർന്നുന്ന പ്രതിസന്ധികളും നാക്യ ശക്തികളും ഒക്കെ എതിരായി നിൽക്കുമ്പോൾ അത് കണ്ടാലും ഭയപ്പെടേണ്ട. തിന്മകളെ എടുത്തു മാറ്റുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ഇടയിൽ തിന്മയുടെ ശക്തികൾ ഇനി കാണാൻ ധൈര്യത്തോട് പറ. അടുത്ത് നോക്കൂ, വളരെ ശ്രദ്ധേയമായൊരു വാക്യം. ഇസ്രായേൽ കഷ്ടത ദർശിപ്പാൻ കഷ്ടതയുടെ ആഴങ്ങളിലൂടെ പോയി വേദനകളും സങ്കടങ്ങളും അനുഭവിച്ച് ഇനിയും പൊങ്ങി വരാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് ആഴങ്ങളും ആഴികളും അവരെ വെല്ലുവിളിച്ച് തിരകൾ അടിക്കുന്നത് പോലെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഒന്നൊന്നായി അടിച്ചപ്പോൾ ദൈവം എഴുന്നേറ്റ ശക്തികളെയെല്ലാം ശാസിച്ചു. എന്റെ അഭിഷിക്തന്മാരെ തുടരുത്, എന്റെ പ്രവാചകന്മാർക്കൊരു ദോഷവും ചെയ്യരുത്. ശക്തമായി വാദിച്ച ഒത്തിരി വെല്ലുവിളികൾ തന്റെ ജനത്തിന് ഫേസ് ചെയ്യേണ്ടി വന്നു. പക്ഷേ ദൈവം അതിനെയെല്ലാം അമർത്തി. യാക്കോബിൽ കഷ്ടത ദർശിപ്പാനില്ല. കഷ്ടതയുടെ ശക്തികളെ ദിവസങ്ങൾ പാഴാക്കിയത്, പാഴ്ദിനങ്ങൾ വന്നത്, അപഹരിക്കപ്പെട്ടത്, അതിനെയൊക്കെ ദൈവം ഇന്ന് പകൽ മാറ്റാൻ പോകും. നോക്കൂ, തിന്മ കാണാനില്ല, കഷ്ടത ദർശിപ്പാനില്ല. കാരണം എന്തെന്നറിയാം? അടുത്ത വാക്യം ശ്രദ്ധിക്കണം. അവന്റെ ദൈവമായ യഹോവ അവനോട് കൂടെ ഇരിക്കും. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ സകലത്തെ ഓവർകം ചെയ്യുന്ന, ചവിട്ടിമെതിക്കുന്ന, ജയം പ്രാപിക്കുന്ന, വെല്ലുവിളികളെ കീഴ്പ്പെടുത്തുന്ന, ദുഷ്ടസിംഹാസനങ്ങളെ കണ്ട് ഭയപ്പെടാതെ ദൈവത്താൽ അതിനെ ജയിക്കുന്ന ഒരതോറിറ്റി ഇന്ന് പകൽ തന്റെ ജനം ഏറ്റെടുക്കണം. കാരണം രാജകോലാഹലം അവരുടെ മധ്യമുണ്ട്. സ്തുതിയും സ്തോത്രവും ആരാധനയും പ്രാർത്ഥനയും നമ്മുടെ മധ്യ ഉയരുമെങ്കിൽ, ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുമെങ്കിൽ, ഒരു കഷ്ടതയും നിന്നെ പരാജയപ്പെടുത്തില്ല. ഒരു കഷ്ടതയ്ക്ക് നിന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. അതിന്റെ മീതെ ജയം തന്ന്, ശക്തി തന്ന്, ബലം തന്ന് നടത്തുന്ന ഒരു ദൈവമുണ്ടെന്ന്. യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകുന്നു. യഹോവ തന്റെ ജനത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അവിടുത്തെ കരം ഇന്നു പകലിലും നമ്മുടെ മേൽ വെളിപ്പെട്ടു വരാൻ പ്രാർത്ഥിക്കാം. ചില തിന്മകൾ മാറട്ടെ. കഷ്ടതയുടെ ആഴങ്ങൾ കൊണ്ടുവന്ന് നിന്നെ ഒതുക്കുന്ന, ചാടിക്കടക്കുവാൻ കഴിയുമോ? എഴുന്നേൽക്കാൻ കഴിയുമോ? നിൽക്കുവാൻ കഴിയുമോ? ബലഹീനനായി തീരുമോ എന്ന് ചിന്തിക്കൂ. ഇല്ല. രാജകോലാഹലം ഉണ്ടാകട്ടെ, സ്തുതിക്കട്ടെ, ആരാധിക്കട്ടെ, ദൈവത്തിന് ബഹുമാനം കൊടുക്കാൻ തയ്യാറാകുമെങ്കിൽ ദൈവപ്രവൃത്തിയുടെ ആഴങ്ങൾ ഇന്ന് പകലിലും നമുക്ക് വേണ്ടി വെളിപ്പെടുത്താൻ കഴിവുള്ള ദൈവശക്തിയുടെ വ്യാപാരം വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലുപ്പം ഇന്ന് പകൽ നമ്മുടെ മേൽ വെളിപ്പെടുക. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യൂ. അവർ ദൈവത്തെ മഹത്വപ്പെടുത്തൂ. പരിശുദ്ധാത്മാവ് നിങ്ങളെ ടച്ച് ചെയ്യുക. അവിടുത്തെ ആത്മാവിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നവർ നന്ദി പറഞ്ഞ് ദൈവത്തെ ആരാധിക്കട്ടെ. ചില തിന്മകളുടെ ശക്തികൾ മാറുക. കഷ്ടതയുടെ വ്യാപാരങ്ങൾ ഇട്ട് നിന്നെ ഒതുക്കി നിന്റെ നിയോഗത്തെ തടയാൻ നോക്കുന്ന ദുഷ്ടസിംഹാസനങ്ങൾ തകരുന്ന പകൽക്കാലമാണ്. യേശുവിന്റെ നാമത്തിൽ സ്തോത്രം ചെയ്യുക. സൗഖ്യം
സൗഖ്യം വ്യാപരിക്കുന്നു, വിടുതൽ വ്യാപരിക്കുന്നു, ബലം വ്യാപരിക്കുന്നു. ഓ, നിന്നെ ബലഹീനമാക്കുന്ന, ഭയപ്പെടുത്തുന്ന ദൂട്ടസിംഹാസനങ്ങൾ യേശുവിന്റെ നാമത്തിൽ തകരുന്നതിന് സ്തോത്രം ചെയ്യാം. സ്തുതിക്കുന്നവൻ ഇന്ന് പകൽ അത്ഭുതങ്ങൾ കാണാൻ പോകുക. സർവശക്തിയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, വചനത്തിന്റെ ശക്തി ജനത്തിന്റെ മേൽ ഇപ്പോൾ തന്നെ വ്യാപരിക്കുന്നതിന് സ്തോത്രം. ദൈവത്തിന്റെ ജനത്തിന് ബലം നൽകിയിരിക്കാൻ സ്തോത്രം, സമാധാനം നൽകിയിരിക്കാൻ സ്തോത്രം, ദൈവകൃപയുടെ ആഴങ്ങൾ വെളിപ്പെടുത്തിയിരിക്കാൻ സ്തോത്രം. സൈന്യത്താലല്ല, ശക്തിയാലല്ല, അങ്ങയുടെ ആത്മാവിനാൽ തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിന് സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമം തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് സഹായിക്കട്ടെ, അവിടുത്തെ കൃപ കൂടെ ഇരിക്കട്ടെ, വൻ കാര്യങ്ങൾ ദൈവം ചെയ്യട്ടെ. ഈ വചനങ്ങളാൽ അവിടുത്തെ നമ്മയെല്ലാം ശക്തീകരിക്കട്ടെ, ബലത്തോടെ നിർത്തട്ടെ. ക്രിസ്തയേശുവിൽ നിങ്ങളുടെ സഹോദരൻ വസിപ്പിച്ചു.